into the same portion, Philippians chapter 2. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം and verse 8. 8-ാമത്തെ വാക്യം. Same verse. നേരത്തെ വായിച്ച അതേ വാക്യങ്ങൾ. But I want to bring to your attention the words, He humbled Himself. തന്നെത്താൻ താഴ്ത്തി എന്നുള്ള വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. It's very unlike a human being to be humble. മനുഷ്യർക്ക് തന്നെത്താൻ താഴ്ത്തുക എന്ന് പറയുന്നത് അത്ര സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു പരിചയമില്ലാത്ത കാര്യം. That is the better word, I think. But here we see He humbled Himself is a particular word that is being used. Has got a huge amount of meaning that you see in the previous verses. ഇവിടെ തന്നെത്താൻ താഴ്ത്തി എന്നുള്ള വാക്കിന് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട് എന്നുള്ളത് അതിന് മുകളിലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. Verse 6 tells us the society or the environment that He was in. In verse 6 we see He was in the form of God. താനായിരുന്ന അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ എന്നാണ് നാം വായിക്കുന്നത്. With the hosts of angels around Him worshiping Him. അനേക ദൂതന്മാരുടെ സംഘം തനിക്ക് ചുറ്റും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന. As we were reminded, He was a creator. നാം ഓർത്തുകൊണ്ടിരുന്ന പോലെ അവൻ സൃഷ്ടാവാണ്. But that alone gives Him the possibility of being in that particular place without coming down to be humbled. ആ അവസ്ഥയിൽ നിന്ന് തന്നെത്താൻ താഴ്ന്ന ആ ഒരു അവസ്ഥയിൽ കടന്നു വരാനായിട്ട് ഒരിക്കലും ആവശ്യമില്ലായിരുന്നു. It is something that is difficult to understand when we look at ourselves. നാം നമ്മിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കുവാനായിട്ട് വളരെ പ്രയാസമാണ്. But here is a God, Son of God, who was with God and was found in the fashion like a man. എന്നാൽ ഇവിടെ ഇതാ ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തോട് കൂടിയിരുന്നവൻ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് വായിക്കും. That is the first thing that we understand, to take on a form of man which is below that of the angels that were surrounding Him. തനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന ആരാധന വൃന്ദമായ ദൂതന്മാരിലും അല്പം താഴ്ച വന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം നമുക്ക് വേണ്ടി ആയിരുന്നു. The reason being, He had to be like a man. He had to be a man to die on the cross. തനിക്ക് ക്രൂശിൽ മരിക്കുവാനായിട്ട് അങ്ങനെ മനുഷ്യനായി തീരണമായിരുന്നു. There is no option otherwise, because that is what God demands of a sinful world. ആ പാപത്തിൽ നിന്ന് ഈ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാനായിട്ട് ദൈവത്തിന് ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. And understand, He not only made Himself to be a man, but in verse 7 it says, took upon Him the form of a servant. അവിടെ നമ്മൾ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് മാത്രമല്ല, 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാസരൂപം എടുത്തു എന്ന് നാം വായിക്കുന്നു. Being humble, not only became a person who was found in the fashion of man, but He also became a servant. മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് മാത്രമല്ല, ദാസരൂപം എടുത്തു. In the Gospel of Mark is all about Him being portrayed as a servant. മർക്കോസിന്റെ സുവിശേഷത്തിൽ ആ ദാസന്റെ ഒരു ചിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. At the same time, He is known as the servant king. എന്ന് മാത്രമല്ല, അവൻ ദാസനായിരിക്കുമ്പോഴും രാജാവാണ് എന്നുള്ള കാര്യം നമ്മൾ He came to be served, to serve and not to be served. ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിപ്പാനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. What is that humility? ആ താഴ്മ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. The next we see that He became obedient to death. അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. So the fact that He humbled himself from a position of the high estate of God in heaven. ആ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവരൂപത്തിലിരുന്നവൻ came down to be below those angels who are worshipping Him. തന്നെ ആരാധിക്കുന്ന ദൂതന്മാരിലും താഴ്ചയുള്ളവനായി തീർന്നു. Took on the form of a man, മനുഷ്യ സാദൃശ്യത്തിലായി lived for 30 years like a human being as his parents. നമ്മെ പോലെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ഒരു മനുഷ്യനായിട്ട് 30 വയസ്സ് വരെ ജീവിച്ചു. And then on after that He took on the work of the Father. അതിനുശേഷം പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ചില നാളുകൾ ജീവിച്ചു. To be obedient. അനുസരണമുള്ളവനായി. Obedience is something that is very strange to human beings. അനുസരണം എന്നുള്ളത് നമുക്ക് പരിചയമുള്ള ഒരു കാര്യമല്ലല്ലോ. Everything that is strange to a human being was done by the Lord Jesus Christ. നമുക്ക് പരിചയമില്ലാത്ത ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിവൃത്തിയായതായിട്ട് നാം കാണുന്നു. That He humbled Himself to be obedient, and that too to be crucified by the very creatures He created. അനുസരണമുള്ളവനായി തീർന്നു പറഞ്ഞാൽ തന്റെ സൃഷ്ടികളാൽ ക്രൂശിന്മേൽ തറപ്പിച്ച് കൊല്ലത്തക്ക രീതി മരണത്തോളം ക്രൂശിലെ മരണത്തോളം
അനുസരണമുള്ളവനായി. But as we read in verse 9, wherefore God also has highly exalted him. There is correction. എന്നാൽ 9-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ വായിക്കും, ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി. That is where reason why we are able to worship him in spirit and truth tonight. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമുക്ക് ആത്മാവിലും സത്യത്തിലും ഈ കർത്താവിനെ ആരാധിപ്പാനായിട്ട് ദൈവനാമം പാടുന്നത്.